ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എൻ്റെ ഒരു ഹെയർ കെയർ റൂട്ടീൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എപ്പോഴും ഹോട്ട് ഓയിൽ മസാജിങ് ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക, അതിൽ കുറച്ച് വെള്ളം നമ്മൾ ചൂടാക്കുക. അതിനുശേഷം ചൂടാകുമ്പോൾ ഇതുപോലൊരു ചെറിയ പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിന് മേലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അത്ര മാത്രം മതി. നമ്മൾ ഡയറക്റ്റായിട്ട് തീയിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നത് നല്ലതല്ല. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ തലയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻസ് കൂട്ടാനും ഹെയർ ഗ്രോത്തിനൊക്കെ, ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഹെയർ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും നല്ല ഹെയർ ഫോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഹെയർ ഫോൾ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പം ഞാൻ ഈ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഇപ്പോൾ 1 ഇയർ ആയിട്ടാണ് ഈ ഒരു റുട്ടീൻ ഞാൻ ഫോളോ ചെയ്ത്. നേരത്തേക്ക് ഓയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വിടുക മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റമുണ്ട്. അപ്പോൾ ഈ ഓയിൽ ഇങ്ങനെ നമ്മൾ എടുത്തതിന് ആ ചൂടോട് കൂടി തന്നെ നമുക്ക് വേണമെങ്കിൽ കോട്ടൺ പാഡ്സ് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഓരോരോ ലെയറായിട്ട് നമ്മളിങ്ങനെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു റൂട്ടിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റൂട്ടിലും കുറച്ച് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളിതുപോലെ ചെയ്ത് കൊടുത്തു വെച്ചാൽ എല്ലാവിടെയും ഓയിൽ എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാവിടെയും ബ്ലഡ് സർക്കുലേഷൻസ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത്, അതായത് കൊഴിഞ്ഞു പോയ സ്ഥലങ്ങളിലടക്കം നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വരാനുള്ള ചാൻസസ് ഒക്കെ നന്നായിട്ടുണ്ട് ഈ ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്യുമ്പോൾ. അപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഹെയർ ഫോളൊക്കെ കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഉപയോഗിക്കാറുള്ളത്, ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഓയിലാണ് ഇന്ദുലേഖ കേട്ടോ. ഇന്ദുലേഖ ബ്രിങ്ക ഓയിൽ നന്നായിട്ട് എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. എനിക്ക് +2 പഠിക്കുമ്പോൾ ഒരുപാട് എൻ്റെ ഹെയർ പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തല കഴുകുന്നത് ഒരാഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ട് കുറച്ചു. അങ്ങനെ പറ്റിയപ്പോൾ എൻ്റെ ഹെയർ ഫുള്ളായിട്ടും പോയി കേട്ടോ. അതായത് നല്ല തിക്ക് ഹെയർ ആയിരുന്നു, എല്ലാം പോയി. അപ്പോൾ പല ഓയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പാരച്യൂട്ടിൻ്റെ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ധാത്രി, അങ്ങനെ കുറേ അധികം ഓയിൽ. പിന്നെ നീലാംബരിൻ്റെ ഓയിലില്ലേ, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഒട്ടും എനിക്കൊരു മാറ്റം ഉണ്ടായില്ല. വീണ്ടും ഹെയർ കൊഴിയാന്നല്ലാതെ ഒരു മാറ്റം ഉണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് റേറ്റ് കൂടിയാലും കുഴപ്പമില്ല. ഈ ഒരു ഇന്ദുലേഖൻ്റെ ഓയിൽ ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നിർത്തിയാൽ ഹെയർ ഫോൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് നിർത്താണ്ട് ഇതുപോലെ വെച്ചാൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിത് ഉപയോഗിച്ച് തുടങ്ങി. ആദ്യമൊക്കെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാനൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ബോട്ടിൽ ഞാൻ നന്നായിട്ട് തന്നെ ഉപയോഗിച്ചു. അപ്പോൾ ഹെയർ ഫോൾ കുറയുകയും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്തു കേട്ടോ. പിന്നെ അപ്പോൾ തൊട്ട് ഞാൻ ഇന്ന് വരെയും ഇന്ദുലേഖൻ്റെ ഈ ഒരു ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് 245 ആ ഒരു റേറ്റിൽ കിട്ടാറുണ്ട്. പിന്നെ 90 റുപ്പീസിൻ്റെ ആ ഒരു റേറ്റും ചെറിയ ബോട്ടിൽ കിട്ടും. അല്ലെങ്കിൽ വലിയൊരു ബോട്ടിൽ 400 ml തോന്നുന്നത്, വലിയ ബോട്ടിൽ ഉപയോഗിക്കാം 400 സംതിങ്ങിൻ്റെ ആ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കട്ടെ. നിങ്ങൾക്ക് നല്ല ഹെയർ ഗ്രോത്ത് വേണം, നിങ്ങളുടെ ഹെയർ ഫോൾ കുറയ്ക്കണം, എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓയിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിരൽ വെച്ചിട്ടല്ല, ഞാൻ നന്നായിട്ട് അതായത് നഖം വെച്ചിട്ടല്ല, വിരൽ വെച്ചിട്ടാണ് നന്നായിട്ട് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയൻ്റെ ഈ ഒരു ഹെയർ ഫോളിൻ്റെ ഈ ഒരു ക്രീമാണ് കേട്ടോ. ഇത് 90 റുപ്പീസ് എങ്ങാനും ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഹെയർ ഫോളിൻ്റെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഡാൻഡ്രഫിൻ്റെ ഉപയോഗിച്ചു, അത് കുറച്ച് മാറ്റം അത് കഴിഞ്ഞു എൻ്റെ. അപ്പോൾ ഞാനത് നിർത്തി. അപ്പം കഴിഞ്ഞു, വേറെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ഫോളിൻ്റെ ഹിമാലയൻ്റെ നേരത്തെ പ്രോട്ടീൻ ക്രീം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല റിസൾട്ടാണ് തരിക. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആൻറ്റി ഹെയർ ഫോളിൻ്റെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ റിസൾട്ട് ഞാൻ പിന്നെ പറയട്ടെ. അപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഹെയർ മാസ്ക് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഡെയിലി കഴുകുന്നവരാണെങ്കിൽ പാക്കൊന്നും അപ്ലൈ ചെയ്യേണ്ട. ഓയിൽ യൂസ് ചെയ്തിട്ട് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്താൽ മതി.
അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇതുപോലത്തെ ക്രീംസൊക്കെ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ നന്നായിട്ട് കൂളിങ് എഫക്റ്റ് തരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ചിലവരുടെ തലയൊക്കെ നന്നായിട്ട് ചൂടാവാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഹെയർ ഫോൾ നന്നായിട്ട് ഉണ്ടാവും. വിയർക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്രീംസൊക്കെ അപ്ലൈ ചെയ്ത് വെച്ച് നല്ല കൂളിങ് എഫക്റ്റ് കിട്ടും. നല്ലൊരു ഹെയർ ഫോളിന് നല്ല കൺട്രോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം ഞാൻ അപ്ലൈ ചെയ്യണത് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് മസാജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതും ഓയിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എല്ലാവിടെയും എല്ലാ റൂട്ടിലും എത്തുന്ന രീതിയിലാണ് ചെയ്യണത്. ഹെയറിലെ എൻഡിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. നമ്മൾ ഫുൾ ലെങ്ത്തിലും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് നമ്മൾ തീർന്നു പോകും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അപ്പോൾ നിങ്ങൾ പെർമനൻ്റായിട്ട് എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നേരത്തെ എങ്ങനെ മുടി കൊഴിയാതെ നമുക്ക് ഹെയർ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലോ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഹെയർ ഫോൾ കുറയ്ക്കാനൊക്കെ അതായത് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളൊരു ഹെയർ കെയർ റൂട്ടീൻ നമ്മളത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഹെയർ ഫോൾ കുറയ്ക്കാനും നമ്മുടെ ഹെയർ നന്നായിട്ടിരിക്കാനും. ഇപ്പം ഞാനിത് 10 മാസമായി, 10 അല്ല 1 വർഷമായി ഞാനിപ്പോൾ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ഹെയർ വളരുന്നുണ്ട്, എൻ്റെ ഹെയർ വളർന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടെക്സ്ചറിന് വലിയ മാറ്റമൊന്നുമില്ല. ഉള്ള ഏരിയയിൽ കുറച്ചുണ്ട്, പക്ഷേ ബാക്കിയുള്ള ഏരിയയിലൊന്നും അത്ര മാറ്റമില്ല കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യാൻ റൂട്ട് ഞാൻ ചെയ്യുന്നില്ല എന്നാണ്. കാരണം ഇനിയും ചെയ്താൽ ചിലപ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, അറിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ്. എൻ്റെ ഹെയറിൽ അത്ര അധികം ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പുറത്തൊക്കെ അപ്പോൾ ഈ ഒരു ക്രീം ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവിടേക്കും എത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ഈ ഒരു ക്രീമും ഈ ഓയിലൊക്കെ ഇട്ടിട്ട് ഞാൻ മാക്സിമം 1 അവറെങ്കിലും ഇരിക്കും കേട്ടോ. 1 അവർ ഞാൻ ഇരുന്നിട്ടാണ് ഞാനത് മുടി വാഷ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 1 അവർ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വരെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ വാഷ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മമ എർത്തിൻ്റെ ഈ ഒരു ഒണിയൻ ഷാമ്പൂ ആണ്. അതുപോലെ തന്നെ ഇതെന്ന് വന്നിട്ട് ലോറിയൽ പാരിസിൻ്റെ എക്സ്റ്റെൻസോ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണ്. ഇത് ട്രീറ്റഡ് ഹെയറിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പറയുക. അല്ലാത്ത ഹെയറിന് ഇത് ഉപയോഗിക്കാൻ നോ പ്രോബ്ലം. നമ്മുടെ ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും നന്നായിട്ട് ഹെയർ മാസ്ക് പോലെയും കണ്ടീഷണറായിട്ടും വർക്ക് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല സ്മൂത്തായിട്ട് ഷൈനി ആയിട്ടിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു അതിനുശേഷം ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഹെയർ സിറം കൂടി അപ്ലൈ ചെയ്യാറുണ്ട്. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം വെറ്റ് ഹെയറിൽ വേണം അപ്ലൈ ചെയ്യാൻ. നന്നായിട്ട് ഫ്രിസ് ഫ്രീ ആക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.